സത്യസന്ധനായ ഒരു ഡോക്ടറെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? സർക്കാരും ഭരണപക്ഷ പാർട്ടിക്കാരും ചേർന്ന് പീഡിപ്പിക്കുകയാണോ? സത്യമായി വിളിച്ചു പറഞ്ഞ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യത്തിന് ഉപകരണങ്ങളില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല എന്നെല്ലാം വിളിച്ചു പറഞ്ഞ ഒരു ഡോക്ടറെ എല്ലാവരും കൂടി, ഭരണപക്ഷവും ഗവൺമെൻറ്റും കൂടി പീഡിപ്പിക്കുകയാണോ? മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതായ വിഷയത്തിൽ ഡോക്ടർ ഹാരിസിനെ സംശയ നിഴലിലാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പരാമർശങ്ങളോട് കടുത്ത അമർഷവുമായി സോഷ്യൽ മീഡിയയും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ മോശമായ അവസ്ഥയെക്കുറിച്ച് തുറന്നടിച്ച ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഡോക്ടർ ഹാരിസിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഡോക്ടർ ഹാരിസിന് മെമ്മോ അയച്ചത് നല്ല നടപടിയല്ല എന്ന്, നല്ല കീഴ്വഴക്കമല്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ, ആശുപത്രികളുടെ അവസ്ഥ നന്നാക്കുവാൻ വേണ്ട നടപടികൾ എടുക്കാതെ സത്യം മാത്രം വിളിച്ചു പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്ന നടപടി അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ നല്ലവരായ നാട്ടുകാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. കുറ്റം പറഞ്ഞ് സമയം കളയാതെ കേരളത്തിലെ ആശുപത്രികളുടെ അവസ്ഥ നന്നാക്കുവാൻ ശ്രമിക്കൂ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് തന്നെയാണ് തനിനാടൻ ന്യൂസ് ചാനലിലും ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോട് പറയുവാനുള്ളത്. സത്യം ലോകത്തോട് തുറന്നു പറഞ്ഞവരുടെ വായി മൂടിക്കെട്ടാൻ ശ്രമിക്കാതെ വാങ്ങുന്ന ശമ്പളത്തിന് എന്തെങ്കിലും ജോലി ചെയ്യൂ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് എന്നാണ് കേരളത്തിലെ നല്ലവരായ നാട്ടുകാർക്കും നിങ്ങളോട് പറയുവാനുള്ളത്. കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള രാഷ്ട്രീയക്കാരോട് എന്തു പറഞ്ഞിട്ടും എന്താ കാര്യമല്ലേ?